ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രധാനമായി എൻ്റെ ഉള്ളത്തിൽ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് എനിക്ക് പ്രേരണയുണ്ടായത് യോഹന്നാൻ്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു. അത് ആവർത്തിച്ച് കർത്താവ് പറയുന്നു. അപ്പം ഇതിൻ്റെ സാഹചര്യം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. കർത്താവ് ക്രൂശ് മരണം വഴിയായി ശിഷ്യന്മാരെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അതിന് തൊട്ട് തലേ ദിവസം അവരുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവരോട് വളരെ പ്രൈവറ്റായി ധാരാളം കാര്യങ്ങൾ കർത്താവ് പങ്കുവയ്ക്കുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത് അവരുടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കലങ്ങാൻ കാരണം അവർക്കിതെല്ലാം ഷോക്കിംഗ് ആയിട്ടാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും. അമിത ആവേശം കാണിച്ച പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ 3 വട്ടം എന്നെ തള്ളിക്കളി. ഇതെല്ലാം കൂടെ കേട്ട സമയത്ത് അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ കലങ്ങിയിരിക്കുന്ന ഹൃദയവുമായിട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി അവർക്ക് അനേകം വാഗ്ദത്തങ്ങൾ കർത്താവ് കൊടുക്കുകയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദത്തമാണ് ഹോളി സ്പിരിറ്റ്. എന്നാൽ അത് പങ്കുവെക്കുന്ന സമയത്ത് മറ്റൊരു വിഷയം കൂടെ, ഒരു പ്രത്യേകമായ ഒരു നിയോഗമുണ്ടായി. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ക്രൂശ് മരണത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ് പത്രോസ് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുന്നുണ്ട്. കർത്താവ് തിരിഞ്ഞ് ശക്തമായ നിലയിൽ പത്രോസിനെ ശാസിക്കുന്നു. അപ്പോൾ അത് നാണയത്തിൻ്റെ 2 വശം പോലെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു വെളിപ്പാട് പറഞ്ഞ് അത് വെളിപ്പാടാണെന്ന് കർത്താവ് പരസ്യപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് വിവേകമില്ലാതെ ക്രൂശ് മരണം വേണ്ട എന്ന നിലയിൽ പീറ്റർ സംസാരിക്കുന്നത്. അപ്പം ആത്മപൂർണനായ കർത്താവിന് ഇത് രണ്ടും മനസ്സിലാകുന്നു. വെളിപ്പാട് പറഞ്ഞപ്പോൾ അത് വെളിപ്പാടാണെന്ന് കർത്താവ് സമ്മതിക്കുന്നു. പക്ഷേ അല്ലാതെ പൈശാചിക ഇൻഫ്ലുവൻസിനാൽ പറയുമ്പോൾ കർത്താവ് അത് ശാസിക്കുന്നു. അപ്പം അതിനകത്തുനിന്ന് ഒന്നാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്, ആത്മാവിൻ്റെ നിയോഗത്തിലും സഹായത്താലും എല്ലാവരെയും വിവേചിക്കണം. നമ്മളെ ആർക്ക് വേണേൽ കളിപ്പിക്കാൻ കഴിയും. എല്ലാവരെയും വിവേചിക്കണം. പ്രഭാഷണം നടത്തുന്നവരാകട്ടെ, പ്രവചിക്കുന്നവരാകട്ടെ, ആരുമാകട്ടെ, വന്ന് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അത് നമുക്ക് ദൈവഹിതമല്ലായിരിക്കാം. യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ, യേശു പറയുന്ന വാക്കാണ്. എന്നിട്ട് ശക്തമായ ഭാഷയിൽ പീറ്ററിനെ ശാസിക്കുകയാണ്. കർത്താവിനെ അനുഗമിക്കുന്ന നമ്മളും അതൊരു മാതൃകയായി സ്വീകരിച്ച്, അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോവും. അത് നാണയത്തിൻ്റെ ഒരു ഭാഗം. നാണയത്തിൻ്റെ മറുവശം, പത്രോസിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും ആകരുത്. ആകത്തില്ല എന്ന് ചിന്തിക്കരുത്. സാധ്യതകളുണ്ട്. കാരണം പീറ്റർക്ക് മസ്സയായുടെ ഐഡന്റിറ്റി മനസ്സിലായി. മസ്സയായുടെ മിനിസ്ട്രി ഇങ്ങനെ യെരുശലേമിൽ പോയി ക്രൂശിക്കപ്പെടുന്നതാണെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാനൊക്കത്തില്ല. കാരണം പാരമ്പര്യമായിട്ട് അവർ മനസ്സിലാക്കിയത് മശിയായുടെ വേറൊരു ശുശ്രൂഷയാണ്. അക്ഷരികമായിട്ട് അന്നേരം ദൈവരാജ്യം സ്ഥാപിക്കുമെന്നുള്ളതാണ്. നമുക്കും ചില തെറ്റിദ്ധാരണകൾ നിമിത്തം നമ്മുടെ മൈൻഡിനെ സ്വാധീനിച്ച് പലരുടെയും വിരുദ് തെറ്റിക്കാൻ കഴിയും. സഭയുടെ മുന്നോട്ടുള്ള ആത്മാവ് തരുന്ന നിയോഗത്തിൽ നമ്മളെ മാറ്റുവാൻ കഴിയും. നമ്മൾ പിശാചിൻ്റെ ചാലുകളായി മാറരുത്.
ഒരിക്കൽ പോലും നമ്മൾ ആരും ചിന്തിക്കരുത് നമ്മൾ ഇമ്മ്യൂണാണെന്ന്. അത് വീഴ്ചയുടെ ആദ്യത്തെ പടിയാണ്. വളരെ നമ്മൾ ആത്മാവിൻ്റെ നിറവിലും ആത്മാവിൻ്റെ നിയോഗത്തിനും സെൻസിറ്റീവ് ആയിരിക്കണം. അപ്പം ഇതാണ് നാണയത്തിൻ്റെ രണ്ട് വശം. അത് ഞാൻ നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്തതാണ്. വരാത്തവർ ധാരാളമുണ്ട്. അവർക്ക് ഇത് ഒന്ന് ചിന്തിക്കുവാനും ഇടയായിത്തീരട്ടെ. എന്നാൽ ജോൺ 14-16 ദൈവാത്മാവിൻ്റെ ദൂതുകൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ് പ്രധാനമായി നമ്മൾ ചിന്തിച്ചു വരുന്നത്. ചില സെഷനിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ചില സെഷനിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച്, എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ധാരാളം എക്സ്പ്ലെയിൻ ചെയ്തത് ഒന്ന് കൺസൈസ്ഡായിട്ടും പറയാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് അപ്പർ റൂമിൽ 12 ശിഷ്യന്മാരുമായിട്ട് കർത്താവ് അവിടെ ഇരിക്കുകയാണ്, അന്ത്യത്താഴം ഭക്ഷിക്കുകയാണ്. അതിനുശേഷം കർത്താവ് വെളിപ്പെടുത്തുന്നു ആരാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന്. നമ്മൾ ഈ കാര്യമൊക്കെ മനസ്സിലാക്കും, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. സഭയിലിരിക്കുന്ന ഒരാളിനെ പിശാചിന് അങ്ങനെ പിടിക്കാൻ ഒക്കുമോ? യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളിൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നെന്നാണ് 13-ാം അധ്യായത്തിൽ കാണുന്നത്. അതിൻ്റെ ആരംഭത്തിൽ സാത്താന് തോന്നിപ്പിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് സാത്താൻ അവൻ്റെ ഉള്ളത്തിൽ കടന്നു. അപ്പൊ സഭയിൽ വരാം, അവരവരുടെ ഹൃദയത്തെ സൂക്ഷിച്ചോണം. ചില കാര്യമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നോക്കും, അയ്യോ ഇത്രയും വചനം പറയുന്നു, സഭയിൽ എന്താടാ അങ്ങനെ നടക്കുന്നത്? നടക്കാം. അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ഹൃദയത്തെ അതിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കൊടുക്കരുത്. ദൈവവചനമല്ലേ പറയുന്നത്, ഗാർഡ് യുവർ ഹാർട്ട്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. അങ്ങനെ ജൂഡസിൻ്റെ ഹൃദയത്തിൽ സാത്താൻ കടന്നു. 13:30 പറയുന്നത് ജൂഡസ് സംഘം വിട്ടുപോയി കർത്താവിനെ ഒറ്റിക്കൊടുക്കാനുള്ള ക്രമീകരണത്തിന് വേണ്ടി. 13:31 മുതൽ 14:31 വരെ ഒരു പ്രഭാഷണമാണ്. 15-16 അധ്യായങ്ങളിൽ മറ്റൊരു പ്രഭാഷണമാണ്. ഇങ്ങനെ 2 ഡിസ്കോഴ്സുകൾ പ്രൈവറ്റായി കർത്താവ് ശിഷ്യന്മാർക്ക് കൈമാറി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിന് ഏറ്റവും അവസാനം ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവരോട് പറയാൻ കർത്താവിന് ഉണ്ടായിരുന്ന വചനങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ പൊതുജനത്തോടുള്ള ശുശ്രൂഷ കഴിഞ്ഞു. ഇനി അവരോട് പറയാൻ കർത്താവിനൊന്നുമില്ല. 13, 14, 15, 16 അധ്യായങ്ങളിൽ പ്രൈവറ്റ് മിനിസ്ട്രി ടു ദ ഡിസൈപ്പിൾസ്. 17 ഇതെല്ലാം കൈമാറി അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്താൽ പിൻകാലങ്ങളിൽ വിശ്വാസത്തിൽ വരുന്ന എല്ലാവർക്കും വേണ്ടിയും അവിടുത്തെ മഹാപുരോഹിത പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അവരോട് പറഞ്ഞ ദൂതുകൾ നമ്മളൂടെ ഏറ്റെടുക്കണം. അതിനാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. ഒരുപാട് വാഗ്ദത്തങ്ങളാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ ഈ വാഗ്ദത്തം എന്ന വാക്ക് വല്ലാതാക്കിക്കളഞ്ഞു. ഇതെവിടെങ്കിലും PR കിട്ടുന്ന കാര്യമൊന്നുമല്ല വാഗ്ദത്തം. എല്ലാം ആത്മീക വാഗ്ദത്തങ്ങളാണ്. അത് വിലയേറിയതാണ്. തുടങ്ങുന്നത് തന്നെ അവർക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നു, ഇനി മടങ്ങി വരും, എല്ലാം വാഗ്ദത്തങ്ങളാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് 16-17 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ആ 16-17 വാക്യം ഒന്ന് വായിക്കാം, എന്നിട്ട് മറ്റ് ചില റെഫറൻസ് കൂടെ ഞാൻ തരാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഇത് 16-17 വാക്യമാണ്. 26 വാക്യം, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 15-26, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ 16:7-9 വരെ. അപ്പോൾ നോക്കിയേ, 14 രണ്ടിടങ്ങളിൽ, 15, 16 അതിൻ്റെ 7-9 വരെയും 13, 14 വാക്യങ്ങളിലും ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയധികം കാര്യങ്ങൾ ഏറ്റവും അവസാനം ശിഷ്യന്മാരോട് പറയാൻ കർത്താവ് തുനിഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കർത്താവല്ല ഇനിയും അവരോട് കൂടെ ഇരിക്കാൻ പോകുന്നത്, കർത്താവിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് നയിക്കും. They must know about the Holy Spirit. നമ്മളും അറിയണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. നന്നായി ഗ്രഹിച്ച ആളുകളുണ്ട്, ഭാഗികമായി ഗ്രഹിച്ചവരുണ്ട്, ഒട്ടും ഗ്രഹിക്കാത്തവരുമുണ്ട്. അങ്ങനെ 3 നിലകളിലാണ് ആളുകൾ. ഒട്ടും ഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു പശ്ചാത്തലത്തിലായിരുന്നു, കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചു ഒന്നുമില്ല, നമ്മൾ അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. ഭാഗികമായിട്ടുള്ളവരുടെയും ആ അറിവ് അപൂർണമാണ്. അത് നിമിത്തം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ പൂർണ്ണമായി വചനാടിസ്ഥാനത്തിലുള്ള ഒരറിവുള്ളവരും ഉണ്ട്. നമുക്ക് വചനാടിസ്ഥാനത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല ഒരു അറിവുണ്ടാകണം. നമ്മളായിരിക്കുന്ന ഈ വേർപെട്ട സമൂഹത്തിലും പല നിലകളിലാണ് ആത്മപ്രവൃത്തിയെ കാണുന്നത്. ലോകത്തിലെ ക്രൈസ്തവ ഗോളത്തെ എല്ലാം കൂടെ എടുത്താൽ 2 എക്സ്ട്രീംസിലാണ് ആളുകൾ നിൽക്കുന്നത്. ഒരു കൂട്ടര് വാദിക്കുന്നത് ഈ വരദാനങ്ങളും ആത്മപ്രവൃത്തി ഇതൊക്കെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരുടെ അനുഭവത്തിൽ അത് കഴിഞ്ഞിട്ട് അതെല്ലാം നിലച്ചുപോയി. അവർ പരിശുദ്ധാത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കരിസ്മാറ്റിക് രീതിയിൽ അവർ ചിന്തിക്കുന്നില്ല. അതൊരു എക്സ്ട്രീമാണ്, സെസേഷനലിസ്റ്റ്. വേറെ ഒരു കൂട്ടര് അതിന്റെ മറുഭാഗത്ത് വേറൊരു എക്സ്ട്രീം. അതെന്താണ്? അത് എല്ലാ യോഗത്തിനും എന്തെങ്കിലും ഒരു അനുഭൂതി ഉണ്ടാകണം, ഒരു എക്സ്റ്റേറ്റിക് അനുഭവം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇന്നേ ഒരു മൂവില്ലായിരുന്നു. ഈ കുമ്പനാട്ടൊരിക്കലേ ഒരു ഫ്ലക്സോ ഒരു ബോർഡോ എന്തൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പം ഞാൻ ആ യോഗത്തിന് പോയി, കേൾക്കാമല്ലോ എന്നും കണ്ട്. അവിടെ ആ പ്രധാന പ്രഭാഷകന് അധികം പറയേണ്ടി വന്നില്ല, പറയാനൊട്ടൊത്തുമില്ല. അപ്പോഴത്തേക്ക് അവിടെയെല്ലാം വേറെ ഒരു അനുഭവത്തിലേക്കായിപ്പോയി. അപ്പം ഞാൻ കുറേ നേരം പുറകിലിരുന്നേച്ച് ഞാനും ഇങ്ങനെ പോകുന്നു. കാരണം പറയാനും ഒക്കത്തില്ല. അതോ ഇതെല്ലാം ഇങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം എല്ലാം ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു എക്സ്ട്രീമാണ്, സെൻസേഷനലിസ്റ്റ്. കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിലും കൊള്ളാം, എന്താണെങ്കിലും സംതിങ് ഹാസ് ടു ഹാപ്പൻ, സംതിങ് ഈസ് ഹാപ്പനിങ്. പക്ഷെ അവർക്ക് ഒരു എക്സ്റ്റേറ്റിക് ആയിട്ടുള്ള അനുഭവം കാണണം.
അപ്പൊ എവിടെയാണ് ഈ സത്യം? ഈ രണ്ട് എക്സ്ട്രീംസിന്റെ ഇടയ്ക്ക് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഉണ്ട്. ഞാൻ എക്സ്റ്റേറ്റിക് അനുഭവങ്ങൾക്ക് എതിരല്ല, ഉണ്ടാകാം. ഞാൻ സെസേഷനലിസ്റ്റ് അല്ല, ആത്മവരങ്ങൾ ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. അപ്പൊ വെൽ ഇൻഫോംഡ് ആയിരിക്കണം നമ്മൾ ബൈബിളിൽ നിന്ന്. നമുക്ക് ഇങ്ങനെ ഈ വേർപെട്ട സമൂഹത്തിൽ വന്നു, നമുക്കൊരു ധാരണ കിട്ടി, ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. പാട്ട് പാടണം, അവസാനം ഒന്ന് ഒരു ക്ലൈമാക്സിലായി പാടണം. ഇതൊക്കെ നമ്മളെ ബോർഡിൽ എഴുതി പഠിപ്പിച്ചൊന്നുമല്ല, കുറെ വർഷങ്ങളായപ്പോൾ ആ മോൾഡിൽ നമ്മളായി. ബട്ട് വാട്ട് ഈസ് ജീസസ് സേയിങ്? യേശു എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്? ആ വലിയ സത്യങ്ങൾ വിട്ടിട്ട് ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഊന്നൽ കൊടുക്കാതെ ബൈബിൾ എന്തെല്ലാം പറയുന്നു അത് മുഴുവൻ നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ബൈബിളിനകത്ത് ഇല്ലാത്തത് നമുക്ക് വേണ്ടതാനും. അപ്പൊ ഈ 16-17 വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു, പരസ്യമായിട്ട് വായിച്ച് കേട്ടു. അതിൽ 16-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 15-ാം വാക്യമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ വാഗ്ദത്തം തരുന്നത് യേശു 15-ാം വാക്യത്തിൽ ഒരു പ്രസ്താവന നടത്തി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അത് കഴിഞ്ഞ ഉടനാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. 15-ാം വാക്യം ഞാൻ നന്നായി വിശദീകരിച്ചതാണ്, എന്നാലും ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. അവൻ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ട്, നിങ്ങളെല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നവരാണ് അല്ലേ? ആന്നു. പക്ഷെ യേശു പറയുന്ന വാക്ക് കണ്ടോ? സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എന്താ? അതാ ലൂക്കോസ് 6:46 പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നത് പ്രമാണിക്കാത്തത് എന്താ? അപ്പൊ ഞാനിപ്പോൾ എന്താ നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സൊക്കെ പറയുന്നത് വീശി വീശി അല്ലേ? വീശി വീശി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് ഓ ഐ ലവ് ജീസസ് എന്നൊക്കെ പറയുന്നത്, അത് പറയരുതെന്നല്ല, പറയൂ. പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെയാണിത് കേവലം ജൽപ്പനമായിട്ട് പറയുന്നതെങ്കിൽ ഒരു മീനിങ്ങും ഇല്ല. ഇത് വളരെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. കർത്താവ് നമ്മളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? എൻ്റെ ആ മകൻ എന്നെ സ്നേഹിക്കുന്നു, അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി എന്താ അനുസരിക്കേണ്ടത്? അവിടുത്തെ കൽപ്പനകൾ. നമുക്കറിയാവുന്ന ഒരു കൽപ്പനയേ ഉള്ളൂ. എന്താണ്? നമ്മൾ കേട്ടിട്ടില്ലേ? കൽപ്പനയൊക്കെ അനുസരിച്ചോ എന്ന് പറഞ്ഞാൽ എന്താ? സ്നാനപ്പെട്ടോ. അപ്പൊ സ്നാനം കൽപ്പനയല്ലേ? ആന്നു. പക്ഷെ ആ വാക്ക് ബഹുവചനത്തിലാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഏതായി കൽപ്പനകൾ? ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കുറെ കൽപ്പനകളുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് റെഫറൻസ് തരാം. 13-ാം അധ്യായത്തിൽ തന്നെ 14-15 വാക്യങ്ങൾ. അത് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ശേഷം അവരോട് പറയാണ്, ഇതുപോലെ ചെയ്യേ. അപ്പൊ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാ. ആ മനോഭാവമാണ് പ്രധാനം. ആരെങ്കിലും അങ്ങനെ കാല് കഴുകുന്നു അക്ഷരാർത്ഥത്തിലെങ്കിൽ അതിന് കുഴപ്പമില്ല. എന്നാൽ മനോഭാവമില്ലാതെ കേവലം ക്രിയയിൽ മാത്രമാണെങ്കിൽ അതിൽ പ്രയോജനവുമില്ല. അതൊരു കൽപ്പനയാണ്. 34-35 വാക്യത്തിലേക്ക് വരുമ്പോഴോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന അല്ലേ? അപ്പൊ അതും കൽപ്പനയാണ്. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. കമാൻഡ്മെന്റ് ആണ്.
അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ പരിമിതപ്പെടുത്തരുത്. There are a lot more commandments that Jesus has spoken. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹാനിയോഗം കൊടുക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് എൻ്റെ ശിഷ്യരാക്കുവീൻ. അപ്പൊ ഇതിൽ മാത്രം പരിമിതപ്പെടുത്തല്ലേ, യേശു പറഞ്ഞത് മുഴുവനും കൽപ്പനകളാണ്. ബൈബിൾ മുഴുവനും അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. അവിടെയാണ് നാം ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പെന്തിക്കോസി വന്നു, നമ്മൾ സ്നാനപ്പെട്ടു, പിന്നെ വിഷയമൊന്നുമില്ല, അങ്ങനല്ല. ഡേ ടു ഡേ ലൈഫിൽ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുക. എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത. നമ്മളെല്ലാം ബൈബിൾ വായിക്കുന്നവരാണെന്നൊക്കെ എനിക്ക് അറിയാം. ഈ ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ എവിടെയാണ്? ഇനി ഞാൻ അനുസരിക്കാനുള്ളത് ഏതാണ്? ചില കാര്യങ്ങൾ കാണുമ്പോൾ അയ്യോ അതെൻ്റെ ജീവിതത്തിലില്ലല്ലോ, ഇന്ന് മുതൽ. അങ്ങനെ ആവേശത്തോടു കൂടി ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? സെർച്ചിങ് ദ സ്ക്രിപ്ചേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ദ വിൽ ഓഫ് ഗോഡ് ഫോർ അവർ ലൈഫ്സ്. അതല്ലേ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ സ്വഭാവം? അല്ലാതെ നമുക്കിപ്പോൾ പാട്ടുപാടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാം, വാക്കുകൾ കൊണ്ട് നമുക്കിതൊക്കെ പറയാം. പക്ഷെ യേശുവിൻ്റെ വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ തെളിവെന്താ? ദാറ്റ് യു ഒബേ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു ലീഗലിസ്റ്റിക് നിലയിലുള്ള അനുസരണമല്ല അവിടെ. ലവ് ഫോർ ക്രൈസ്റ്റ് മോട്ടിവേറ്റ്സ് മീ. കർത്താവിനോടുള്ള സ്നേഹമാണ് എന്നെ അനുസരിക്കാൻ എൻ്റെ ഉള്ളത്തിൽ അതീവ്ര ആഗ്രഹം തരുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14:23-24 വാക്യം നിങ്ങൾ നോക്കുകയും, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാനിത് കുറച്ച് വിശദമായിട്ട് ഡീൽ ചെയ്തായതുകൊണ്ട് ഞാൻ ഇനിയും അധികം അവിടെ നിൽക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. യോഹന്നാന്റെ എഴുത്തുകളിൽ, അത് സുവിശേഷമാകട്ടെ ലേഖനമാകട്ടെ, സ്നേഹവും അനുസരണവും തമ്മിലുള്ള ആ ലിങ്ക് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരുപാട് വചനങ്ങൾ ലേഖനത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തന്നതാണ്. അപ്പൊ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കണം. റിപ്പീറ്റഡായി കർത്താവ് പറയുന്ന ഒരു വാക്കാണ് അത്. നമ്മളിപ്പോൾ 23-ലും 24-ലും ഞാൻ വായിച്ചു. അല്ലാതെ നമ്മുടെ ഈ പിള്ളേരുടെ ഒരു ഭാഷയുണ്ട്, സെൻറ്റി അടിച്ചത്. സെന്റിമെന്റൽ അല്ലിത്. അല്ലിച്ചൊരു സെന്റിമെന്റൽ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ പരിമിതപ്പെട്ട് നിൽക്കരുത്. ലവ് ജെനുവിൻ ആണെങ്കിൽ യു വിൽ ബി ആൻ ഒബീഡിയന്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. അല്ലെങ്കിൽ ചുമ്മാതെ വികാരമെന്നേ ഉള്ളൂ. വളരെ നമ്മൾ കെയർഫുൾ ആകണം എന്ന കാര്യം ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ 3:36 എന്താ മോളെ പറയുന്നത്? യോഹന്നാൻ 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിത്യജീവൻ സ്വർഗത്തിൽ ചെന്നല്ല ഇനി കിട്ടുന്നത്. വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നിത്യജീവൻ ഉണ്ട്. യു എക്സ്പീരിയൻസ് ഇറ്റേണൽ ലൈഫ്, മീനിങ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ ദ ഹ്യൂമൻ സോൾ. പൂർത്തീകരണമാണ്, അതിന്റെ കൺസ്യൂമേഷൻ ആണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. ഇതിന്റെ രണ്ടാം ഭാഗം നോക്കിക്കേ. പുത്രനെ അനുസരിക്കാത്തവനോ, വാസ്തവത്തിൽ അവിടെ പറയേണ്ട പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അവിശ്വസിക്കുന്നവന് അല്ലെങ്കിൽ വിശ്വസിക്കാത്തവന് എന്നാ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന പുത്രനെ അനുസരിക്കാത്തവൻ. അപ്പം മേളത്തെ കാര്യമായിട്ടൊന്ന് കണക്ട് ചെയ്തേ.
ജെനുവിൻ വിശ്വാസമാണെങ്കിൽ കറസ്പോണ്ടിങ് ഒബീഡിയൻസ് ഉണ്ട്. വിശ്വാസമുണ്ടെന്ന് പറയുകയാണ്, വചനമനുസരിക്കുന്നില്ലെങ്കിൽ എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ജീവനെ കാണുകയില്ല. ജീവനെ കാണുകയില്ല. പിന്നെ ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. കുഞ്ഞുങ്ങളെ, ഒരു ഹാർഡ് കാര്യം ഞാൻ പറയാം. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ അനുസരിക്കുന്നവർക്ക് എന്താ ബ്ലെസ്സിങ്? എന്താണ് ബ്ലെസ്സിങ്? നിത്യജീവൻ. യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷേ ജീവിതം അതിന് കറസ്പോണ്ടിങ് അല്ല. ഞാൻ വചനം അനുസരിക്കാത്തവനാണെങ്കിൽ എന്താ മോനെ വേദപുസ്തകം പറയുന്നത്? ദൈവത്തിൻ്റെ കോപം, ദ wrath ഓഫ് ഗോഡ്. ഇതൊക്കെ പിള്ളേരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. എത്ര പരീക്ഷ ഏത് പാസ്സായാലും യേശുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ ദ wrath ഓഫ് ഗോഡ് ഈസ് ഓൺ യു. ഇതെല്ലാം അങ്ങ് തോറ്റാലും വചനം അനുസരിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റേണൽ ലൈഫ് അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ അകത്ത്, സിസ്റ്റത്തിനകത്ത് ഇറങ്ങണം. എല്ലാ പരീക്ഷയിലും A+ കിട്ടി. കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. നോട്ട് നെസസറി. ലോകത്തിന്റെ സിസ്റ്റമാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത് പലപ്പോഴും. ഡു യു ലവ് ജീസസ് ക്രൈസ്റ്റ്? തെളിവെന്താ? I obey his commandments. What are his commandments? Everything that he spoke. ബൈബിൾ എനിക്ക് മനസ്സിലാകുന്ന എൻ്റെ ഭാഷയിൽ ഇത് കിട്ടിയിരിക്കുന്നു. ഇത് വായിച്ച് മനസ്സിലാക്കി ഇത് അനുസരിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഇതങ്ങോട്ട് കഴിയുകയും 16-ാമത്തെ വാക്യത്തിനകത്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഞാൻ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാം. കർത്താവ് പറയുന്നത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ സൈനാണ് അനുസരിക്കണം. കർത്താവിനറിയാം ഈ ദുഷ്ടലോകത്തിൽ, ഈ വീണുപോയ ലോകത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം അനുസരിക്കാനുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പവർ നമുക്കില്ല. കർത്താവ് വാഗ്ദത്തം ചെയ്യാണ്, ദ ഹോളി സ്പിരിറ്റ്. ദൈവജനം ഇത് മനസ്സിലായിക്കോണം. ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം അനുസരണത്തിൽ പ്രകടിപ്പിക്കാൻ ഐ നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് സ്വന്തമായി കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ആവർത്തിച്ച് ഈ 2 ഡിസ്കോഴ്സുകളിൽ കർത്താവ് പറയുന്നത്. എത്ര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പാട്ടിനകത്ത് പരിശുദ്ധാത്മ പ്രവൃത്തിയെ പരിമിതപ്പെടുത്തരുത്. അന്യഭാഷ പറയുന്നത് നല്ലതാണ്, പക്ഷെ അന്യഭാഷയിൽ പരിമിതപ്പെടുത്തരുത്. Why is the Holy Spirit given to us? Not only to speak in tongues. ജയകരമായ ക്രിസ്തീയ ജീവിതത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ജീവിതമില്ലാതെ അന്യഭാഷ പറഞ്ഞിട്ട് എന്താണ് പ്രിയരെ പ്രയോജനം? എന്താണ് പ്രയോജനം? അത് വായിക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 13:1 മുതൽ വായിച്ചാൽ മതി. മോളെ അങ്ങോട്ട് പോകണ്ട ഇപ്പം. പിന്നെ നമുക്കെല്ലാം മനപ്പാടമില്ലയോ? അതാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കിതൊന്ന് സെർച്ച് ചെയ്യാം. എന്താണ് കർത്താവ്? 16-ാം വാക്യം നിങ്ങൾ നോക്കിയേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. പരിശുദ്ധാത്മാവിന് ശിഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പിതാവിനോട് പുത്രൻ ചോദിക്കും. പുത്രനായ ദൈവം പിതാവാം ദൈവത്തോട് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ശിഷ്യന്മാർക്ക് കൊടുക്കാനായിട്ട് ചോദിക്കും. ഈ ഭാഗങ്ങളിൽ മുഴുവനും ത്രിത്വത്തിൻ്റെ നല്ല ടീച്ചിങ്സ് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട്. എപ്പോഴാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. കർത്താവ് ക്രൂശ് വഴിയായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞ് പിതാവിനോട് ചോദിക്കും ഫോർ ദ ഹോളി സ്പിരിറ്റ് ഓൺ ദ ഡിസൈപ്പിൾസ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. സത്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ കർത്താവ് വിളിക്കുക ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ
സത്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് സകല സത്യത്തെയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വാട്ട് ഈസ് ദ ട്രൂത്ത്? ഈ 14 തന്നെ 6 വാക്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും. God is truth. Jesus is truth. John 17:17. The word of God is truth. ഹോളി സ്പിരിറ്റ് നമ്മളെ ഹോളിനെസ്സിലേക്ക് നയിക്കും. ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ട്രൂത്താ. വചനത്തിന് കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നയിക്കത്തില്ല. ത്രിത്വ നിഷേധം ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ദൈവാത്മാവ് നയിക്കത്തില്ല. സത്യത്തിന്റെ ആത്മാവാ, സകല സത്യത്തിലും നയിക്കും. ഈ പുസ്തകം സത്യവചനമാ. ഈ സത്യവചനത്തിന്റെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ്. ആത്മാവ് നമുക്ക് ഇതിന്റെ പ്രകാശനങ്ങൾ തരും. He will lead us into all the truth. സ്തോത്രം. പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷിക്കുന്നെങ്കിൽ അതിനകത്ത് വ്യാജമില്ല. പക്ഷേ എനിക്ക് മലയാളക്കരയിൽ അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൽ ദൂത് പറയും, കേൾവിക്കാർ പറയും ആദ്യം പറഞ്ഞത് കറക്റ്റായിരുന്നു, രണ്ടാമത് പറഞ്ഞത് ശരിയല്ലെന്ന്. അതെന്താണ്? അങ്ങനെ ഒരു വ്യാപാരമുണ്ടോ? മനസ്സിലാക്ക്, ഓരോ വാക്കുകളും മനസ്സിലാക്ക്. ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അപ്പൊ കർത്താവ് പരിശുദ്ധാത്മാവിനെ സത്യത്തിന്റെ ആത്മാവെന്ന് വിളിക്കുന്നത് കർത്താവിനൊരു കാര്യത്തിന് മുൻതൂക്കം കൊടുക്കണം. വിശ്വാസികൾക്ക്, ഈ ശിഷ്യന്മാർക്ക് സകല ആത്മീക സത്യങ്ങളിലും അവരെ റിവീൽ ചെയ്യും. അവർക്ക് അതിന്റെ റെവലേഷൻ കൊടുക്കും. ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കൈയടിച്ചോളൂ, നല്ലതാണ്, അപ്രീഷിയേറ്റ് ദാറ്റ്. അന്യഭാഷയിൽ ആരാധിക്കണം. ഞാൻ അന്യഭാഷ പറയുന്ന ഒരു ഉപദേശിയാണ്. ബട്ട് വാട്ട് അബൌട്ട് ദിസ് ട്രെമൻഡസ് വർക്ക്? പരിശുദ്ധാത്മാവിനെ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, കലങ്ങിയിരിക്കുന്ന ഹൃദയമുള്ള ആ ശിഷ്യന്മാരോട് പറയാ, ആത്മാവ് വരും. സത്യത്തിന്റെ ആത്മാവാണ്. ആത്മാവുമായിട്ട് നമുക്കൊരു അഭേദ്യ ബന്ധത്തിലേക്ക് വരണം. ആത്മാവ് കേവലം ശക്തിയല്ല, ശക്തിയുള്ളൊരു വ്യക്തിയാണ്. ആത്മാവ് ദൈവമാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ആ വാക്യം പറഞ്ഞപ്പോൾ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ദൈവം ത്രിയേകനാണ്. God is one who reveals himself in 3 co-eternal persons, co-equal persons. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. എന്തോ അറിയത്തില്ല. ആത്മാവുണ്ടോ? The Spirit will reveal. സ്തോത്രം. നമ്മളെ ഈ ചുമ്മാതൊരു മതം കളിക്കരുത്. ആരാണ്ടൊക്കെ പറഞ്ഞ ചുമ്മാ വാചാലമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനൊന്നും അല്ല കാര്യം. ദൈവത്തിന്റെ ആത്മാവ്, വാക്തത്വമാം പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ് ഒരു ദൈവ പൈതലുമായി സജീവ ബന്ധമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ റെവലേഷൻ വിൽ കം ഓഫ് ദ ട്രൂത്ത്. ക്രിസ്തുവിനെ നമുക്ക് അടുത്ത് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ത്രൂ ദ വേർഡ്. സത്യത്തിന്റെ ആത്മാവ് നമുക്ക്, ദൈവമക്കൾക്ക്, ശിഷ്യന്മാർക്ക് കർത്താവ് വാക്തത്വം ചെയ്യുക. കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ള വാക്തത്വമാണ്. He will give you the Holy Spirit. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ. അപ്പോൾ തന്നെ ഞാൻ സെക്കൻഡ് ബ്ലെസ്സിങ്ങിൽ വിശ്വസിക്കുന്നയാളാണ്. കാത്തിരിക്കുമ്പോൾ ആത്മസ്നാനമുണ്ടാകും, ആത്മപ്രവൃത്തി നമ്മളിൽ സജീവമാകും. അപ്പൊ പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരാൽ എഴുതപ്പെട്ട പുതിയ നിയമ സത്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് നമ്മളെ ഈ ട്രൂത്തുകൾ റിവീൽ ചെയ്യും. എത്ര ഒരാൾ ഉപദേശിച്ചാലും ഉണ്ടല്ലോ, ആ കാര്യം നമ്മുടെ അകത്ത് വന്ന് ക്ലിക്കാകണമെങ്കിൽ യു നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ
ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടു. ഈ ചർച്ചിൽ വന്ന് ദൈവവചനം അവർ മനസ്സിലാക്കി, അവരനുഗ്രഹം പ്രാപിച്ചു. ഈ മനസ്സിലാക്കിയതാരാ? ഐ വിൽ ടെൽ യു, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. അല്ലേ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളെ വായിലെ ഈ വാക്കൾ അമ്മാനമിട്ടാടി വലിയ വാചക കസർത്ത് കൊണ്ടാരാണ്ട്, അയ്യോ അങ്ങനെ ആയിരുന്ന ലോകത്തെ മുഴുവൻ നടത്തില്ലേ? അങ്ങനെയല്ല. ഒരു പ്രസംഗി വേണം, വചനം തന്നെയാണ് പ്രസംഗിക്കേണ്ടത്. ബട്ട് ഇറ്റ്സ് എ മാർവലസ് വണ്ടർഫുൾ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹു മെയ്ഡ് ഓർ ഇല്യൂമിനേറ്റഡ് ദ ട്രൂത്ത് ഇൻ ടു യുവർ ഹാർട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ നഗ്നനേത്രം കൊണ്ട് കണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളെല്ലാം ആത്മാവിന്റെ പ്രവൃത്തി അനുഭവിച്ചു. വാവ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോ, അതെന്നോടാ സംസാരിക്കുന്നത് എന്ന് വചനം വായിച്ചുകൊണ്ട് പേഴ്സണലായി റീഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഹൂ ഈസ് ഡൂയിങ് ദിസ്? അന്നേരം നമ്മളൊന്നും അറിഞ്ഞില്ലേ. നമ്മൾ ഓർത്തത് എന്താ? അല്ലെങ്കിലും എനിക്കറിയാം, അല്ലെങ്കിലും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് who is working in us. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. God is not the God of confusion. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇറ്റ് ഈസ് ക്ലീൻ, ക്ലിയർ. പിന്നെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താ, നമുക്ക് ഹിന്ദിയാ കുറച്ചുകൂടെ മനസ്സിലാകുന്നത്, അതുകൊണ്ട് ഹിന്ദി പറയാം. ബഹുത് തക്ലീഫ് ഹോയേഗാ. പ്രാർത്ഥനയോടെ വരണം, ഹൃദയശുദ്ധിയോടെ ഇരിക്കണം, ആത്മപ്രവൃത്തി ഉണ്ടാവും. ഇനി ആ വാക്യം മോളെ, 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. അപ്പൊ യേശു പരിശുദ്ധാത്മാവിനെ, സത്യത്തിന്റെ ആത്മാവിനെ വിളിക്കുകയാണ് കാര്യസ്ഥൻ. ഈ വാക്ക്, ഈ കാര്യസ്ഥൻ എന്ന വാക്ക് ഈ ബൈബിൾ എഴുതിയ, പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ തർജ്ജിമ ചെയ്യുമ്പോൾ ഒരുപാട് പേര് വ്യത്യസ്തരായി തർജ്ജിമ ചെയ്ത് നമ്മളതെല്ലാം കൂടെ എടുക്കണം. ചിലർ തർജ്ജിമ ചെയ്തിരിക്കുന്നത് ഹെൽപ്പർ, മറ്റു ചിലര് കംഫോർട്ടർ, വേറെ ചിലര് കൗൺസിലർ, വേറെ ചിലര് അഡ്വക്കേറ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ കാര്യസ്ഥൻ എന്ന വാക്ക് അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ ഇവിടെ ഹെൽപ്പ് വേണ്ടത്? ഡോണ്ട് യു നീഡ് ഹെൽപ്പ്? സൂപ്പർ നാച്ചുറൽ ഹെൽപ്പാണ് ദ ഹോളി സ്പിരിറ്റ് ബ്രിങ്സ്. എനിക്ക് ഹെൽപ്പ് വേണം. ശുശ്രൂഷകർക്കെല്ലാം we need supernatural help of the Holy Spirit. No, I got commentary. It's very good. Read the commentary. പക്ഷെ കമന്ററി വായിച്ചുകൊണ്ടോ ഇതെല്ലാം കൂടെ ഉച്ചയ്ക്കകത്ത് വെച്ചോണ്ടോ ഒന്നും ഒരു ശുശ്രൂഷയും നടക്കത്തില്ല. You need the power of God. Praise the Lord. നമുക്കൊരു ജയകരമായ ജീവിതം നയിക്കാൻ we need help. കുടുംബജീവിതം നയിക്കാൻ we need help or true Christian life. പരിശുദ്ധാത്മ പ്രവൃത്തി ഇല്ലെങ്കിൽ പെന്തിക്കോസ് പേര് കാണും, തമ്മിൽ നിന്നും മഴക്കുമായിരിക്കും. ഞാനൊരു സമൂഹത്തിലാണ് താമസിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ടെസ്റ്റിമണി വെച്ച് പുലർത്തണമെങ്കിൽ ഐ നീഡ് ഹെൽപ്പ്. ആർക്കാ ഹെൽപ്പ് വേണ്ടത്? പക്ഷെ നമുക്ക് പലർക്കും ഹെൽപ്പ് ഇല്ലല്ലോ. അതെന്താണ്? we are not aware of the Holy Spirit. നമ്മൾ പരിമിതപ്പെടുത്തി കയ്യടി. അവിടുന്ന് സഹായിയാണ്. കംഫർട്ട് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആശ്വാസപ്രദൻ. എല്ലാ മനുഷ്യർക്കും എല്ലാ ദിവസവും വേണ്ടതാണ് കംഫർട്ട്. ആർക്കാണ് കംഫർട്ട് വേണ്ടാത്തത്? പക്ഷേ ആത്മാവുണ്ട്. അന്യഭാഷയിൽ ആരാധിക്കുന്ന പകരം ലോകത്തിലെ ഓരോ കാര്യം വരുമ്പോൾ അവരങ്ങ് ഇളകി, എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല പാസ്റ്ററെ. എല്ലാവരും കൈവിട്ടു. ഒരു നല്ല വാക്ക് പറയാം. അങ്ങനെ പറയുന്നേ, ഇങ്ങനെ ഒരു നല്ല വാക്ക് പറയാൻ ആരെയും. യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് ടു കംഫോർട്ട് യു. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്ത്യൻ ലൈഫ് ഇല്ല.
കലങ്ങിയ ഹൃദയമായിട്ടിരിക്കുന്നവർക്ക് കംഫർട്ടറിനെ വേണോ? ഐ എം സെൻഡിങ് ദ ഹോളി സ്പിരിറ്റ്. പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ വളരെ പ്രധാനമായി കർത്താവ് നമ്മളെ ഓർപ്പിച്ച ഒരു കാര്യമാണ്. ഇവിടെ വരുന്ന പലരും ഒറ്റപ്പെട്ട ആളുകളുണ്ട്, സ്ട്രെസ്സിലായിരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അവരോട്, സഹോദരി സഹോദരന്മാരോട് പറയാനുണ്ട്, യു നീഡ് ടു കം ടു എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായ ഊഷ്മള സംസർഗമുണ്ടാകണം. നിങ്ങൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ബൈബിൾ മുഴുവനും കൂടെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ആദം ഔവ്വ, ദൈവം തമ്പുരാൻ വെയിലാറുന്ന സമയത്ത് ഇറങ്ങി വന്ന് കൂടെ നടക്കുന്നു. പിന്നീട് നമ്മൾ താളുകൾ മറിക്കുമ്പോൾ നോവ ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് പുതിയ നിയമത്തിൽ വരുമ്പോൾ ശിഷ്യന്മാർ നടന്ന ആരുടെ കൂടെ? യേശുവിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രൻ. ഇപ്പൊ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവിടുന്ന് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ ആര് നടക്കും? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, 1-to-1. പരിശുദ്ധാത്മാവിനെ അറിയണം. പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പാട്ടിൽ ഒതുങ്ങേണ്ടതല്ല. He is on earth, he is with his people to comfort them, to help them, to counsel them. No, എനിക്ക് ഈ കൗൺസിൽ അല്ല, ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിരിക്കുക 20-ാം തീയതി കൗൺസിലറിനെ കാണാൻ. എന്നിട്ട് അയാളുടെ മുന്നേ ചെന്നിരുന്ന് ഭാര്യ, ഞാൻ അച്ചായനെ ഇങ്ങനെ കുത്തി പറഞ്ഞു, അച്ചായൻ എന്നെ ഒറ്റ അട്ടി അടിച്ച്. ഇതെല്ലാം പുള്ളിയോട് പറയാ. കാരണം എന്താ? കൗൺസിൽ ചെയ്യും. പരിശുദ്ധാത്മാവുണ്ടോ? ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആരാധിച്ചായിരുന്നു. എന്തായി കാണിക്കുന്നത്? വാട്ട് ആർ വി ഡൂയിങ്? പ്രിയരെ, അങ്ങനെയല്ല. എനിക്ക് നിങ്ങൾക്കൊരു കൗൺസിലർ ഉണ്ട്, ദ ബെസ്റ്റ് കൗൺസിലർ, ദ ഡിവൈൻ കൗൺസിലർ, ദ ഡിവൈൻ കംഫോർട്ടർ, ദ ഡിവൈൻ ഹെൽപ്പർ, ദ ഡിവൈൻ അഡ്വക്കേറ്റ്. ഓ, അറ്റോർണി എൻ്റെ കൂടെ ഉണ്ട്. ഉടക്ക് ചോദ്യവുമായി ട്രാപ്പ് ചെയ്യാനായിട്ട് എത്ര പേര് കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇതുപോലെ നമ്മുടെ അടുത്ത് വരും. അതാണ് ആത്മാവ് നമ്മുടെ അകത്തിരുന്ന് ചില വചനങ്ങളും വാക്കുകളും ഒക്കെ തരും. ചെറിയ ഒരെണ്ണം അങ്ങോട്ട് പറയും. ചിലപ്പോൾ അതിന് ഉത്തരമല്ല, തിരിച്ചൊരു ചോദ്യമായിരിക്കും. ഓ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഇത് അവഗണിക്കുക. കർത്താവ് പറയുന്ന ഈ വാഗ്ദത്തം, ഇതാ ഞാൻ പറഞ്ഞ വാഗ്ദത്തം എന്ന വാക്ക് സ്പോയിലായി. സ്തോത്രം, ഹല്ലേലൂയ. കാര്യസ്ഥൻ. അപ്പൊ ഞാൻ പല വാക്കുകൾ പറഞ്ഞെങ്കിലും ശരിക്കും ഈ കാര്യസ്ഥൻ എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. വൺ കോൾഡ് അലോങ്സൈഡ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കാനോ ഉപദേശിക്കാനോ അരികിൽ വിളിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ. We can talk to the Holy Spirit. The Holy Spirit can talk to us. What a marvelous thing. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഞാൻ മനസ്സിലാക്കിയത്. യഥാർത്ഥ ഒരു ദൈവ പൈതലിനെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി താക്കോലുകൊണ്ട് പോയാൽ വിശക്കും, നമുക്ക് ഭക്ഷണം കിട്ടിയില്ലേ. പക്ഷെ അവനെ ഒറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. He has the Holy Spirit with him. ഒറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ, ഈ ഒറ്റപ്പെടുത്തുന്ന അനുഭവം വരുമ്പോൾ അതിനകത്ത് കയറി നമ്മൾ അങ്ങ് ആകരുത്, ബന്ധിക്കപ്പെടരുത്. നോ, ഷേക്ക് ഇറ്റ് ഓഫ്. I have the Holy Spirit. Start talking to the Holy Spirit and the Spirit will talk to you. ശരീരാത്മദേഹികളുടെ മേൽ ആത്മാവിന്റെ തലോടൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഊഷ്മളമായ ഒരു സംസർഗം അനുദിനം നമുക്കുണ്ടാകും. ആ ശ്രേഷ്ഠവേറിയ ക്രിസ്തീയ അനുഭവം വേണ്ടെന്നാണോ പറയുന്നത്? യു ആർ അറ്റ് ലോസ്. എത്ര വലിയ പരാജയമാണത്. കർത്താവിനറിയാം ഈ ശിഷ്യന്മാർ, അവർ ഹൃദയം കലങ്ങിയിരിക്കുക. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ട്രയൽസിലൂടെ ഇവർ കടന്നു പോകും.
ആളുകൾ ഇവർക്ക് വിരോധമാകും. രാഷ്ട്രീയ ശക്തികൾ, മത തീവ്രവാദികൾ ഇവർക്കെതിരെയാകും. അവർക്ക് വേറെ ഒന്നുമല്ല കൊടുക്കുന്നത്. കാര്യസ്ഥനെ ഞാൻ തരാം, പിതാവിനോട് ചോദിച്ചു. ദാറ്റ്സ് ഇനഫ്. നോ, മോർ ദാൻ ഇനഫ്. ഡിവൈൻ ഹെൽപ്പർ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന തീരുമാനമെടുക്കണം. ഐ നീഡ് ടു കം ടു ആ ഫെലോഷിപ്പ് എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു ചെറിയ വാക്ക് നിങ്ങൾ അവിടെ കണ്ടോ? മറ്റൊരു കാര്യസ്ഥൻ. മറ്റൊരു കാര്യസ്ഥൻ. ആ മറ്റൊരു എന്ന വാക്ക് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വാക്കാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അനദർ എന്നൊരു പ്രയോഗമേ ഉള്ളൂ. മലയാളം ഭാഷയിൽ മറ്റൊന്ന് എന്ന ഒരു വാക്കേ ഉള്ളൂ. ഗ്രീക്കില് 2 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഹെറ്ററോസ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം, മറ്റേത് അലോസ് എന്ന് പറയുന്ന പദപ്രയോഗം. ഈ ഹെറ്ററോസ് എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം മറ്റൊന്നാണ്. പക്ഷേ മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, മറ്റൊരു ബൈബിള് തരാം. അത് ഈ ബൈബിള് പോലെ ആകണമെന്നില്ല. ബൈബിളാണ്, മേ ബി അനദർ ട്രാൻസ്ലേഷൻ. ആ അർത്ഥമാണ്. അനദറാണ്, ബട്ട് നോട്ട് ദ സെയിം കൈൻഡ്. ആ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അലോസ് എന്ന പദപ്രയോഗം അർത്ഥം എന്താ? വൺ ഓഫ് ദ സെയിം കൈൻഡ് എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ തന്നെ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിപ്പാൻ. യേശുവിന്റെ സ്ഥാനത്ത് അനദർ കൗൺസിലർ, അനദർ ഹെൽപ്പർ ഹാസ് കം. കുറച്ചുകൂടെ മനസ്സിലാകാൻ പറയാം. ഗുരു, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇനി ആരോട് ചോദിക്കും? നമ്മൾ ആരോട് ചോദിക്കും? The Spirit is there, another counselor. He will help us to pray. ഫരീസയന്മാർ ഉടക്ക് ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ടേ, കർത്താവ് കൂടെ ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ ആരാണ്? ദ ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ സെയിം നേച്ചറാണ് പരിശുദ്ധാത്മാവിന്. യേശുവിന്റെ സ്ഥാനത്ത് ഇന്ന് ഭൂമിയിൽ നമ്മളോടൊപ്പം ഇറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആ നോളജിലേക്ക് വരണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എനിക്ക് വലിയ ദുഃഖമാണ്, വേർപെട്ട സമൂഹത്തില് നമ്മൾ ഇങ്ങനെ ഇറങ്ങാതെ പാട്ട് പാടുക, തമ്പേറടിക്കുക, അത് ചൂടായിട്ടടിക്കുക, അങ്ങനെ ഒരു എക്സ്റ്റേറ്റിക് അനുഭവം മാത്രം. അപ്പൊ അത് വേണ്ടെന്നാണോ? ആയിക്കോട്ടെന്നേ. പക്ഷെ എൻ്റെ ഡേ ടു ഡേ ലൈഫില് ഇപ്പൊ വീട്ടമ്മ കിച്ചണിൽ നിൽക്കുക, അവിടെ തമ്പേറില്ല, അവിടെ ഒരു പേഴ്സൺ കൂടെ ഉണ്ട്. ആൻഡ് നമ്മളൊരു കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ നമ്മൾ ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ജോലി എല്ലാം ചെയ്തേക്കൂ. യു ആർ സ്റ്റിൽ സ്പീക്കിംഗ് ടു ദ ഹോളി സ്പിരിറ്റ് ഹു ഈസ് വിത്ത് യു. ഒരു നാളും നിങ്ങളെ വിടത്തില്ല. സ്തോത്രം. ഇത് മിസ് ഔട്ട് ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ജീവിതമാണ് പല ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്, ആരോരും ഇല്ലാത്തതുപോലെ. പാസ്റ്റർ, ഇതൊക്കെ ഇനി അറിയാം, പക്ഷെ എങ്ങനാ പാസ്റ്റർ, എങ്ങനാ? ലളിതമായിട്ട് പറയാം. നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വെക്കുമ്പോൾ നിങ്ങളൊന്ന് വാദമൊന്ന് പറ, ഹോളി സ്പിരിറ്റ് ടീച്ച് മീ യുവർ വേർഡ്. ഹി വിൽ ടീച്ച് യു. എക്സ്പീരിയൻഷ്യലാകെ ഗെറ്റ് കണക്റ്റഡ്. അല്ല പാസ്റ്റർ, എൻ്റെ കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഷെബി എൻ്റെ വീട്ടിൽ വന്നു, ഷെബിയും പ്രീമയും കൂടെ വന്നിരിക്കുക എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളൊരാൾ എന്നെ വിളിക്കുക, ഷെബി അങ്ങോട്ട് വന്നിട്ട്. അമ്മ, ഓ ഇവിടെ ഉണ്ടല്ലോ, സിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഷെബി ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഷെബി എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, ഞാൻ ഈ മനുഷ്യനെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് ഏതാണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട്. ഷെബിയും ഭാര്യയും കൂടി ഇങ്ങനെ ആയി നോക്കിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഷെബി എന്തോ പറയും, പ്രീമേ നമുക്ക് പാവടി. ഹി വിൽ ഗോ. നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ കഴിയാത്തത്. നമുക്ക് പെട്ടെന്ന് ഇത് വായിക്കും, ഇത് ആത്മാവല്ലേ പറഞ്ഞു തന്നത്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്.
എത്രയോ കാര്യങ്ങൾ തിരുവെഴുത്തിൽ നമ്മൾ പഠിച്ചതും വ്യക്തിപരമായി നമ്മുടെ അനുഭവങ്ങളും വ്യക്തിപരമായ ദൂതും ഇത് തന്നതാരാണ്? പാസ്റ്ററെ, ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ല. ഞാൻ മുട്ടയിലിരുന്നു, എനിക്കറിയത്തില്ല. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ആ ഭാരമെല്ലാം എടുത്തു മാറ്റിയതുപോലെ അനുഭവമില്ലയോ? ഇതാരാ ചെയ്തത്? The Spirit of God is with you. The Spirit of truth, the Holy Spirit. മറ്റൊരു കാര്യസ്ഥൻ, യേശു കർത്താവിനെ കുറിച്ചും കാര്യസ്ഥൻ എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. 1 യോഹന്നാൻ 2:1. ഇത് മറ്റൊരു സെയിം നേച്ചർ. പാസ്റ്ററെ, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എങ്ങനെയാ? ലുക്ക് അറ്റ് ജീസസ്. സ്തോത്രം. കർത്താവ് എന്തെല്ലാം ഈ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്തുവോ അതെല്ലാം ഇനിയും പരിശുദ്ധാത്മാവാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റിൽ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും, ഫോർ എവർ. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് അവരെ കുറച്ച് നാള് അവരെ തിരഞ്ഞെടുത്ത് കാര്യം പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തി. ഇപ്പൊ പറയാ, ഹോളി സ്പിരിറ്റ് വിൽ നെവർ ലീവ് യു, ഹി വിൽ ബി ഓൾവേസ് വിത്ത് യു. അയ്യോ, നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ടേ? നിങ്ങൾക്കൊക്കെ അനുഭവമുണ്ട്. ഈ ആളുകൾ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു വേണ്ടാധീനം പറഞ്ഞു, അല്ലെ പാര വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും, ഇതൊക്കെ യൂഷ്വലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയി പോകും. ശോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കേട്ടോ ആ വ്യക്തിയെക്കുറിച്ച്, എന്നാലും ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അവരെ കയറി ഒന്നും ചെയ്യണ്ട, പറയണ്ട. Go into your room and sit down before the Lord. ചിലപ്പോൾ നമുക്ക് വാക്കുകൾ ഉച്ചരിക്കാൻ വയ്യാത്ത വിഷമം വരും. Suddenly you will find out the Spirit will be there to console you and comfort you. എന്തിന് തർക്കിത്തരം പറയാൻ പോകുന്നു? നമ്മുടെ ആ സത്യമായതൊന്ന് തെളിയിക്കണം. തെളിയിക്കണം? എന്തെന്ന് തെളിയിക്കാൻ? തെളിയിച്ചങ്ങ് തെളിഞ്ഞു കിടന്നാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ? നമുക്ക് വേണ്ടത് കംഫർട്ടാണ്. നമുക്ക് അതിനകത്തൊരു വിടുതലാണ്. അത് തരാൻ the person of the Holy Spirit is with you. മക്കളെ, നിങ്ങൾ എല്ലാവരും ഇതൊന്ന്, എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത്. ഡിസയർ ഏർണസ്റ്റ്ലി. ദാഹിക്കുന്നവരെൻ്റെ അടുക്കൽ വരട്ടെ. ഈ ഡിസയർ ഏർണസ്റ്റ്ലി, ലോർഡ്, എനിക്ക് ആത്മാവിനെ വേണം, ആത്മസ്നാനം വേണം, എനിക്ക് ആത്മാവിനെ അനുഭവിക്കണം, എനിക്ക് ആ കൂട്ടായ്മ വേണം, എനിക്ക് ആ ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് വേണം. നിങ്ങൾ അങ്ങനെ തുടങ്ങിയാൽ ഐ വിൽ ടെൽ യു, നിങ്ങളിൽ പ്രവാചകന്മാരും പ്രവാചകിമാരും ഇതിനകത്ത് എഴുന്നേക്കും. കാരണം they will hear from the Holy Spirit and they will start speaking. Praise the Lord. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഫോർ എവർ. ഒരിക്കലും ആ പ്രസൻസ് നിങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യത്തില്ല. ഇനി 17-ാം വാക്യം വായിക്കാൻ പോവുക. മോള് വായിച്ചേ 17-ാം വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും, പിന്നെ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. 4 തവണ അവൻ 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 അവൻ. അതിനകത്ത് ഇപ്പൊ എന്നാ പാസ്റ്ററെ പ്രത്യേകത? ഹി ഈസ് എ പേഴ്സൺ. ഒരു വ്യക്തിയാണ്, ഒരു പ്രൊനൗൺ ആണത്. ഒരുപാട് ആളുകൾ പരിശുദ്ധാത്മാവിനെ അറിയാം, ഒരു ശക്തി പോലെ, ആവി പോലെ, ഒരു ഏതാണ്. നോ നോ നോ, ശക്തിയുള്ള വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കേട്ടിട്ടില്ലേ? ദുഃഖിക്കുന്ന ഒരാളാ, ഒരു വ്യക്തിയുടെ സ്വഭാവമാ, ദുഃഖിക്കും. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. ഹി ഈസ് എ പേഴ്സൺ, ഹി ഈസ് ഗോഡ്. ഇനി ആ വാക്യം എന്താ? ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ. അപ്പൊ ലോകത്തിന് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല, കാണത്തില്ല. ആരാ ഈ ലോകം? ദി അൺബിലീവർ. യേശു കർത്താവിനെ
രക്ഷിതാവായി സ്വീകരിക്കാത്ത ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ രക്ഷിക്കപ്പെടാത്ത ഒരാള് ഉണ്ടെന്നിരിക്കട്ടെ. ആർക്കോ ഒരു ദൈവദാസനോ ദൈവദാസിക്കോ ഒരു പ്രേരണ ഉണ്ടായി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ആ ആള് സൗഖ്യമായെന്നിരിക്കും. ഒരു സ്പർശനം കിട്ടുന്നതല്ലിത്, കൂടെ വന്ന് താമസിക്കുന്ന അനുഭവമാണ് ഇവിടെ. അത് ഓൺലി ഫോർ ദ ബിലീവർ. ലോകം അവനെ അറിയുകയില്ല, അവനെ കാണത്തില്ല. ചിലപ്പോൾ ഒരു യോഗത്തിനിരിക്കുമ്പോൾ ഒരു ടച്ച് കിട്ടിയെന്ന് വരാം, രോഗസൗഖ്യമുണ്ടായെന്ന് വരാം, ഏതെങ്കിലും ഒരു കാര്യത്തിന് വിടുതലുണ്ടായെന്ന് വരാം. അതിലൂടെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ അറിഞ്ഞു എന്ന് വരാം. കാരണം ഹോളി സ്പിരിറ്റ് മൂവ്സ്, ഹി ഈസ് വിത്ത് us ടു കൺവിക്ട് ആൻഡ് കൺവേർട്ട് us. സ്ഥിരതാമസം ശിഷ്യന്മാരുടെ കൂടെയാണ്. ലോകം അവനെ കാണുകയോ അറിയുകയോ, അറിയുക എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട. അറിയുക എന്ന് പറഞ്ഞാല് കുറെ അക്കാഡമിക്കലി കുറെ കാര്യം അറിയുന്നതല്ല. നോയിങ് ബൈ എക്സ്പീരിയൻസ്. നിങ്ങളിൽ എത്ര പേർ, ലെറ്റ് മീ സീ യുവർ ഹാൻഡ്സ്, ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യുവർ ലൈഫ്? ഓക്കെ, ഗോഡ് ബ്ലസ് യു. പക്ഷെ ഒത്തിരി പേര് നമ്മുടെ സഹോദരന്മാര് ഇനി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കുമുള്ളതാ, അല്ലാതെ ഇതാരാണ്ട് പ്രത്യേക കുറെ ആളുകളല്ല. ടു എവ്രി ബിലീവർ, ടു എവ്രി ഡിസൈപ്പിൾ ഇത് വാഗ്ദത്തമാണ്. ഏറ്റവും അവസാനം കർത്താവിന് എംഫസിസ് കൊടുത്ത് പറയാനുള്ളത് ഹോളി സ്പിരിറ്റ്. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആൾ മാറണം. വ്യക്തിപരമായി യു മസ്റ്റ് ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. അറിയുകയോ ചെയ്യായികയാൽ. എന്നിട്ട് എന്താ പറയുന്നത്? അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അടുത്ത കേൾക്കണം, അതിന്റെ നേരെ കോൺട്രാസ്റ്റ്. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും. ശിഷ്യന്മാരെ, നിങ്ങൾ ഈ ലോകക്കാരെ പോലെയല്ല. They are not sensitive to the Holy Spirit. They have not reconciled themselves to God. They do not have the Spirit inside them. നിങ്ങൾ അങ്ങനെയല്ല. സ്തോത്രം. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു. ശിഷ്യന്മാരുടെ കൂടെ എപ്പോഴാ ഹോളി സ്പിരിറ്റ് വസിക്കുന്നത്? അവർക്ക് പിൻകാലങ്ങളിലല്ലേ ആത്മാവ് ശക്തമായി അവരുടെ മേൽ വരുന്നത്. അതുകൊണ്ട് പോസിബിളി കർത്താവ് ആത്മപൂർണനാണ്. കർത്താവിൻ്റെ ടീച്ചിങ്സ്, പഠിപ്പിക്കലുകൾ, പ്രവർത്തനങ്ങളിലെല്ലാം സ്പിരിറ്റാണ്. സ്പിരിറ്റിന്റെ ഓപ്പറേഷൻസ് ആണ്. ആ നിലയിൽ ദ സ്പിരിറ്റ് വാസ് വിത്ത് ദം. എന്നിട്ട് വേറൊരു വാക്കുണ്ട്, എങ്ങനെയാ? ആത്മാവ് നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും. അത് ഭാവിയിൽ ഓൺ ദ ഡേ ഓഫ് പെന്റകോസ്റ്റ് പരിശുദ്ധാത്മാവ് വന്ന്, ദൈവത്തിന്റെ ആത്യന്തികമായ ഇഷ്ടം ഇതായിരുന്നു. ദ സ്പിരിറ്റ് മൂവ്ഡ് ഇൻ ടു ദ പീപ്പിൾ. ദ ഹോളി സ്പിരിറ്റ് വിത്ത് യു, ദ ഹോളി സ്പിരിറ്റ് ഇൻ യു. ആക്ട്സ് 1:8 എന്താ? ദ ഹോളി സ്പിരിറ്റ് അപ്പോൺ യു. ആത്മാവ് നിങ്ങളുടെ മേൽ, ടു എംപവർ യു ഫോർ മിനിസ്ട്രി. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചിലപ്പോൾ പറയും അത് എന്നോടുള്ള ദൂതായിരുന്നു, എന്നോടുള്ളത്. ഈ ഒരൊറ്റ കാര്യത്തിൽ ഹോളി സ്പിരിറ്റിന് എല്ലാ ദൂതുകളും അതിനകത്തുണ്ട്. യു ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു ഹാവ് എവറിഥിങ്. സ്തോത്രം. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും. അപ്പൊ കർത്താവ് ഈ വചനമൊക്കെ പറയുമ്പോൾ അതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, അവൻ നിങ്ങളിലിരിക്കും. പക്ഷെ ആ നിങ്ങളിലിരിക്കുന്ന അനുഭവത്തിന് മുമ്പ് കർത്താവ് ഗ്ലോറിഫൈഡ് ആകണം. അതാ കർത്താവ് 16-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോവാം.